മന്ത്രിയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കാലത്ത് ഉണ്ടാക്കിയ ആ പല മെഡിക്കൽ കോളേജുകളും നാഥനില്ലാത്ത അവസ്ഥയിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇതെല്ലാം പൊതുമേഖലയിൽ മെഡിക്കൽ കോളേജുകളെ അവിടെ വർക്ക് ചെയ്യുന്ന നഴ്സുമാരെ ഡോക്ടർമാരെ എല്ലാം പരിരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോകും. അത് ശക്തിപ്പെടുത്താൻ പോകും. അതുകൊണ്ട് നിങ്ങളുടെ സമരം വെറുതെ ആകില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നു. നമസ്കാരം. ജയ്. എവിടെ നമ്മുടെ വിജയ് പോവാ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്ന രാപ്പകൽ സമരം, ഈ സമരത്തിന് എല്ലാവിധമായ അഭിവാദ്യങ്ങളും ഞാനും ഈ അവസരത്തിൽ നേരുകയാണ്. നിങ്ങളുടെ ഈ സമരത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ബഹുമാനായ നമ്മുടെ AICCയുടെ ജനറൽ സെക്രട്ടറി വളരെ തിരക്കിട്ട പരിപാടികൾ ഉണ്ടായിട്ട് അദ്ദേഹം ഇതിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നത് എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ്. നമുക്കറിയാം, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് 10 വർഷം തികയുകയാണ്. ഈ വൈകിയ വേളയിൽ നിങ്ങൾ ഈ രാപ്പകൽ സമരം നടത്തിയിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. കാരണം 10 വർഷം ചെയ്യാത്ത ആളുകൾ ഈ വൈകിയ വേളയിൽ നിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടി മുന്നോട്ട് വരും എന്നുള്ളത് നമ്മളാരും യാതൊരു പ്രതീക്ഷയും നമുക്കാർക്കും വേണം. ഇവിടെ ശ്രീ KC വേണുഗോപാൽ പറഞ്ഞതുപോലെ ഒരു 3 മാസം കൂടെ നിങ്ങൾ കാത്തിരിക്കണം. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് നിങ്ങൾക്കുണ്ടായതുപോലെയുള്ള ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് മുൻകൈ എടുക്കുന്ന ഒരു സർക്കാർ, UDF സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരും എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടുന്ന ഒരു വകുപ്പാണ് ആരോഗ്യ വകുപ്പ്. ആരോഗ്യ വകുപ്പിൽ ഏറ്റവും നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏത് വകുപ്പുകളും എല്ലാ വകുപ്പിന്റെയും ഗതികെട്ട സംവിധാനങ്ങളാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ഈ ആരോഗ്യ